നമസ്കാരം. CPIയുടെ മുതിർന്ന നേതാവ് മുൻ മന്ത്രിയുമായ സി ദിവാകരൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇപ്പോഴും എയറിലാക്കി നടത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നെയ്മീൻ കറി കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം പ്രശ്നമുണ്ടാക്കും എന്നായിരുന്നു അദ്ദേഹം തൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു വിമർശനവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ഫാക്ടറികളോ ബിസിനസ് സ്ഥാപനങ്ങളോ ഒന്നും തന്നെ തുടങ്ങാൻ ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും നാട് വിട്ട് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയെ ആകെ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ചെറിയ പഞ്ചായത്താണ് കേരളം. ഇവിടെ ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല, ഒരു ഹെവി ഇൻഡസ്ട്രി ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങും ഇല്ല. കേരളത്തിൽ കാറോ മോട്ടോർ ബൈക്കോ ഹെവി മെഷീനറിയോ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഇത്ര നാളായിട്ടും കേരളത്തിലൊരു ഫാക്ടറി പോലും ഇല്ല. അതുകൊണ്ടാണ് ചെറുപ്പക്കാർ എങ്ങനെയെങ്കിലും പാസ്പോർട്ട് തരപ്പെടുത്തി കാശും കൊടുത്ത് നാട് വിട്ട് പോയി രക്ഷപ്പെടുന്നത്. കേരളത്തിൽ ഫാക്ടറി നിർമ്മാണവും വരുത്തേണ്ടത് ഈ സർക്കാരല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ന്യായമായ ചോദ്യമാണ് സി ദിവാകരൻ ചോദിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ചില ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ സി ദിവാകരൻ ആവർത്തിച്ചിട്ടുള്ളത്. സി ദിവാകരൻ്റെ ഈ അമ്പും ചെന്ന് കൊള്ളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തോളമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ കേരളത്തിൻ്റെ വികസനത്തിനുവേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് നിരന്തരമായ ആരോപണങ്ങൾ ഉയരുന്നു. ഇവിടെ ഉള്ള ഫാക്ടറികൾ മുഴുവൻ പൂട്ടിപ്പോയിരിക്കുന്നു. പുതുതായി ഇവിടെ ഒരു വ്യവസായ സംരംഭവും തുടങ്ങിയതൊക്കെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. അത് പക്ഷേ ഇടതുമുന്നണിയിലെ തന്നെ രണ്ടാമത്തെ പ്രധാന ഘടകകക്ഷിയായ CPIയുടെ നേതാവ് തന്നെ വിളിച്ചു പറയുക എന്നുള്ളത് വളരെ വിചിത്രമായൊരു കാര്യമായിട്ടാണ് പലരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം നടത്തിയ വിവാദ പ്രസ്താവന നമുക്കറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയന് ഉച്ചയ്ക്ക് നെയ്മീൻ കറി ഇല്ലാതെ അദ്ദേഹത്തിന് ഊണ് കഴിക്കാൻ കഴിയുകയില്ല. പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഒരിക്കൽ പിണറായി വിജയനും സി ദിവാകരനെല്ലാം ഉൾപ്പെടുന്നൊരു ജാഥ കടന്നു വന്നിരുന്നു തിരുവനന്തപുരത്തേക്ക്. അവർക്ക് ഉച്ചഭക്ഷണം ഒരുക്കിയിരുന്നത് CPM നേതാവ് MLA ഒക്കെ ആയിരുന്ന ആനത്തലോട്ട് ആനന്ദൻ്റെ വീട്ടിലായിരുന്നു. അവിടെ ഊണ് കഴിക്കാനെത്തിയ പിണറായിക്ക് ചൂരമീൻ കറിയാണ് കൊടുത്തത് എന്നും ചൂരമീൻ കറി ഇഷ്ടപ്പെടാത്ത പിണറായി നെയ്മീൻ കിട്ടാത്തതുകൊണ്ട് വലിയ തോതിൽ അവിടെ നിന്ന് ഒരു ദേഷ്യത്തോടുകൂടി ഭക്ഷണം കഴിക്കുന്ന അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയി എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അന്ന് രാത്രി തന്നെ തിരുവനന്തപുരത്ത് അന്നത്തെ CPM ജനറൽ സെക്രട്ടറിയായ M സത്യനേശൻ തന്നെ വിളിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ ഈ നടപടിയിൽ അവരാകെ ഭയന്നിരിക്കുകയാണ്, നല്ല മീനൊന്നും കിട്ടാത്തത് കൊണ്ടാണെന്ന് ചൂരമീൻ നൽകേണ്ടി വന്നതെന്നും ഒക്കെ തന്നെ M സത്യനേശൻ വളരെ ക്ഷമയോടുകൂടി പറഞ്ഞു. അപ്പോൾ സി ദിവാകരൻ അദ്ദേഹത്തെ ഉപദേശിച്ചു, നിങ്ങൾ നാളെ പുലർച്ചെ തന്നെ തിരുവനന്തപുരത്തെ പാളയ മാർക്കറ്റിൽ പോയി വലിയ നെമ്മി വാങ്ങിച്ച് കൊണ്ടുവന്ന് കറി വെച്ച് കൊടുക്കുക. പാറശാലയിൽ ഉച്ചയ്ക്ക് പ്രചാരണ ജാഥ എത്തുമ്പോൾ അദ്ദേഹത്തിന് കഴിക്കാൻ എല്ലാ വിഭവങ്ങളും നൽകുക. മുഖ്യമന്ത്രി പ്രശ്നം ഉണ്ടാക്കാതിരിക്കുമെന്ന് പറഞ്ഞുവെന്നും സത്യനേശൻ അന്ന് ഉറങ്ങുപോലും ചെയ്ത് പുലർച്ചെ എണീറ്റ് തിരുവനന്തപുരത്ത് വന്ന് നെയ്മീൻ വാങ്ങിക്കൊണ്ടുപോയി കറി വെച്ചും പൊരിച്ചോ കൊടുത്ത് പിണറായി കഴിച്ചു സന്തോഷമായി അദ്ദേഹത്തിന് എന്നാണ് പറയുന്നത്. ഏതായാലും M സത്യനേശന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റിയത് അന്നാണ് എന്നൊക്കെയാണ് അന്ന് സി ദിവാകരൻ പറഞ്ഞിരുന്നത്. എന്നാൽ സി ദിവാകരൻ്റെ വെളിപ്പെടുത്തലിനെതിരെ ആനത്തലോട്ട് ആനന്ദൻ്റെ മകൻ തന്നെ രംഗത്തെത്തിയിരുന്നു. ആനത്തലോട്ട് ആനന്ദിനെന്ന് ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് അതിൻ്റെ മകനാണ് രംഗത്തെത്തിയത്. മകൻ പറഞ്ഞത് അങ്ങനെയല്ല, സി ദിവാകരൻ പറഞ്ഞതുപോലെ അല്ല, അദ്ദേഹം ഭക്ഷണം കഴിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഏതായാലും സി ദിവാകരനാകട്ടെ അദ്ദേഹം പറയുന്നത്, ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, അത് എൻ്റെ അനുഭവമാണ്, അക്കാര്യത്തിലൊരു മാറ്റവുമില്ല, സ്വന്തം നിലപാട് മാറ്റാൻ തയ്യാറാകാതെ സി ദിവാകരനും ഉറച്ചു നിൽക്കുകയായിരുന്നു. ഏതായാലും നെമ്മീൻ കറിയുടെ തൊട്ട് പിന്നാലെ ഇപ്പോൾ ചുക്കും ചുണ്ണാമ്പും ഇവിടെ ഇല്ല എന്നുള്ള സി ദിവാകരൻ്റെ പ്രസ്താവനയും മുഖ്യമന്ത്രി തന്നെ ലക്ഷ്യമിട്ട് ആകുമ്പോൾ ഇത് മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും ഒക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് കാരണമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. സി ദിവാകരൻ കുറേ നാളുകളെ അദ്ദേഹം പാർട്ടിയുടെ ഇപ്പോൾ വലിയ നേതൃ പദവികളിലും തന്നെ ഉള്ള ആളല്ല. നേരത്തെ അദ്ദേഹം CPIയുടെ പ്രധാനപ്പെട്ട എല്ലാ ഉന്നത സമിതികളിലും അംഗമായിരുന്ന ആളാണ്. അതുപോലെ VS മന്ത്രിസഭയിൽ അദ്ദേഹം ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വളരെ മുതിർന്ന പ്രഗത്ഭനായ ഒരു നേതാവ് ഇത്തരത്തിലുള്ള ഈ പ്രസ്താവനകൾ നടത്തുന്നതിനെ CPI എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യം ഇനി വ്യക്തമാക്കിയിട്ടില്ല. സാധാരണഗതിയിൽ CPIയുടെ മുതിർന്ന നേതാക്കൾ മുന്നണി മര്യാദയ്ക്ക് ചേരാത്ത രീതിയിൽ എന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും ഇത്തരം വിശേഷങ്ങൾ നടത്തിയാൽ അതിനെതിരെ CPI സംസ്ഥാന സെക്രട്ടറിമാർ പ്രതികരിക്കുന്നതാണ് പതിവ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആകട്ടെ ഇനിയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. ഏതായാലും സി ദിവാകരൻ സഖാവ് തൻ്റെ ഈ ഒരു അഭിപ്രായ പ്രകടനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. വിവാദങ്ങളൊന്നും തന്നെ അദ്ദേഹം ഭയപ്പെടുന്നില്ല. ഇപ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ട വലിയ പദവികളൊന്നും തന്നെ വഹിക്കുന്ന ഒരാളുമല്ല, വിശ്രമ ജീവിതം നയിക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നടപടി വന്നാൽ അദ്ദേഹത്തിന് തൽക്കാലം പേടിക്കേണ്ട ആവശ്യവുമില്ല എന്നുള്ള ഒരു ബോധം തന്നെയാണോ എന്നറിയില്ല. നിരന്തരമായി ഇപ്പോൾ പിണറായി വിജയനെതിരെ സി ദിവാകരൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്.